السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم توصل إلىك وأنت تظهر حبه هذا مقال في القياس بديء. لو كان حبك صادقا لأطعته إن المحب لمن يحب مطيع. സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവിടെ ഈ ഒരു ദിവസം ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിക്കാൻ സമയത്തിന്റെ കുറവ് നിമിത്തം ആമുഖമില്ലാതെ നേർക്ക് നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുക. സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു മാസത്തിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത്. അറബി മാസങ്ങളിലൊന്നായ റബീഉൽ അവ്വൽ മാസത്തിൽ ആ ഒരു മാസത്തിന്റെ പ്രത്യേകത ചരിത്രപരമായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റബീഉൽ അവ്വൽ മാസത്തിലെ 12-ാം ദിവസം
തിങ്കളാഴ്ച ഹിജ്റ 11ാമത്തെ വർഷത്തിലാണ് ഒരു ലുഹാ സമയത്തോടടുത്ത് 63ാമത്തെ വയസ്സിൽ മഹാനായ നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ പലപ്പോഴും പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ചല്ല, മറിച്ച് പ്രവാചകന്റെ ജന്മദിനത്തെ കുറിച്ചാണ് ഈ ഒരു മാസത്തിൽ ആളുകൾ ചർച്ച ചെയ്യാറുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്നതുപോലെ പ്രവാചകന്റെ ജന്മദിനം അത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു ദിനമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷത്തെ സംബന്ധിച്ചും മാസത്തെ സംബന്ധിച്ചും ദിവസത്തെ സംബന്ധിച്ചും ചരിത്രകാരന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമാണുള്ളത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂല് ജനിച്ചു എന്ന് പറയപ്പെടുന്ന മാസം എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിട്ടാണ് മരണപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ പ്രവാചകന്റെ മരണം ചരിത്രപരമായി രേഖപ്പെടുത്തി വെച്ചതുപോലെ ജനിക്കുന്ന സമയത്ത് പ്രവാചകൻ അല്ലാത്തത് കൊണ്ട് തന്നെ ജനന സംബന്ധമായ കാര്യങ്ങൾ വിശാലമായും ആധികാരികമായും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനത്തോടനുബന്ധിച്ച് നടന്ന ചില സംഭവ വികാസങ്ങൾ കള്ളക്കഥയായി നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ട്. അതാണ് നാം പഠിപ്പിക്കപ്പെട്ടത്. ഇന്നും അതാണ് നമ്മുടെ സമൂഹത്തിൽ മദ്രസകളിൽ പോലും പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പേർഷ്യക്കാർ ആരാധിച്ചുകൊണ്ടിരുന്ന അഗ്നികുണ്ഡമാകെ പൊലിഞ്ഞുപോയി, വിഗ്രഹങ്ങൾ തലകുത്തി വീണു, സാവാത്തടാകം പറ്റിപ്പോയി എന്നിങ്ങനെ ഒരുപാട് കള്ളക്കഥകൾ, ആധികാരികമായി ഒരു രേഖയുമില്ലാത്ത ഒരുപാട് കള്ളക്കഥകളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനത്തോടനുബന്ധിച്ച് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, മഹാനായ നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക ശൃംഖലയ്ക്ക് അന്ത്യം കുറിച്ചു കൊണ്ടുവന്ന പ്രവാചകന. ലക്ഷക്കണക്കിന് അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തുടങ്ങി വെച്ച മഹത്തായ ആദർശം, ആ പരിശുദ്ധ ഇസ്ലാമിന്റെ പൂർത്തീകരണവുമായി ലോകത്തിലേക്ക് കടന്നു വന്ന പ്രവാചകനാണ് നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം കണ്ടവരിൽ വെച്ച്, ഇനി കാണാനുള്ളവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ മഹത്വം ഏതാനും സമയം കൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല, എണ്ണിയാൽ ഒടുങ്ങുന്നതല്ല, എഴുതിയാൽ അവസാനിക്കുന്നതല്ല. ലോകത്ത് ഇന്നേ വരെ അങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാവുകയുമില്ല. അതാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. മുഴുവൻ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങളായ നമ്മൾ ഓരോരുത്തരും. ഏതെങ്കിലും പ്രവാചകനെ തള്ളിപ്പറയുന്നവർക്കോ അനാദരിക്കുന്നവർക്കോ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങൾ ആ പ്രവാചകന്മാരിൽ ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠതകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അക്കൂട്ടത്തിൽ എന്തുകൊണ്ടും ഒരുപാട് ശ്രേഷ്ഠതകൾ നൽകി ആദരിച്ചിട്ടുള്ള, അനുഗ്രഹിച്ചിട്ടുള്ള പ്രവാചകനാണ് നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, വഇന്നക ലഅലാ ഖുലിഖിൻ നദീം, ഓ നബിയേ, താങ്കൾ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ലോകത്തെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ വന്ന ആ പ്രവാചകന്റെ ലോകത്തിലെ ഈ സ്ഥാനം എത്രയാണ്? അല്ലാഹു തആല തന്നെ പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആൻ സൂറത്ത് ശറഹിന്റെ 4-ാമത്തെ വചനത്തിലൂടെ, വറഫഇനാ ലക ദിക്റക്, നബിയേ നിന്റെ കീർത്തിയെ നാം നിനക്ക് ഉയർത്തി തന്നിരിക്കുന്നു. വറഫഇനാ ലക ദിക്റക്, നബിയേ നിന്റെ കീർത്തിയെ, നിന്റെ ഖ്യാതിയെ നിനക്ക് നാം ഉയർത്തി തന്നിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കാത്ത രാജ്യമുണ്ടോ? ദിവസവും 5 നേരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പള്ളി മിനാരങ്ങളിൽ നിന്ന്
ഉയർന്നു കേൾക്കുന്ന ആ ബാങ്കിന്റെ ധ്വനികളിൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയുമ്പോ 24 മണിക്കൂറും അന്തരീക്ഷത്തിൽ പ്രകമ്പനം കൊള്ളുന്ന ഒരേ ഒരു നാമം നമ്മുടെ നേതാവിന്റെ പേരല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാത്ത ബാങ്കല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പറയാത്ത നമസ്കാരമല്ല. എവിടെ താമസിക്കുന്നവരായാലും ഏത് ഭാഷ സംസാരിക്കുന്നവരായാലും ദേശഭാഷ വർണ്ണ വൈജാത്യങ്ങൾക്കതീതമായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ആത്മാർത്ഥമായി മാനസികമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിലുള്ള പ്രവാചകന്റെ സ്ഥാനം അത്രയാണ്. അങ്ങനെ ഒരു നേതാവ് ലോകത്ത് വന്നിട്ടില്ല, ഇനിയൊട്ട് വരികയുമില്ല. ഇതാണ് സഹോദരങ്ങളെ ദുനിയാവിലുള്ള പ്രവാചകന്റെ പ്രശസ്തി. ഇനിയോ പരലോകത്തിലെ ആ പ്രവാചകന്റെ ഖ്യാതി എത്രത്തോളമാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമത്തി വഅവ്വല മൻ യൻശഖു അൻഹുൽ ഖബ്റു വഅവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫ്ഫിഇൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അന്ത്യനാളിൽ ആദം സന്തതികളുടെ സയ്യിദ് ഞാനാകുന്നു. ആദ്യമായി ഖബർ വിളരുന്ന വ്യക്തിത്വം ഞാനായിരിക്കും. ഒന്നാമതായി ശഫാഅത്ത് പറയുന്നവനും ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നവനും ഞാനായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, തീർന്നില്ല പ്രവാചകന്റെ പരലോകത്തിലെ ഖ്യാതി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനമായി ലോകത്ത് ജനിച്ചു വീണ സർവ്വ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ മഹ്ശറയിൽ, അതെ, സൂര്യൻ ഒരു ചാൺ മുകളിൽ നിൽക്കുകയാണ്. ജനങ്ങളെല്ലാവരും പ്രയാസത്തിൽപ്പെടുന്ന ആ സന്ദർഭത്തിൽ ഓരോരുത്തരും ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ചുകൊണ്ടതാ അവർ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. ചില ആളുകൾ മുട്ടുവരേക്കും, ചില ആളുകൾ നെരിയാട് വരേക്കും, ചില ആളുകൾ കഴുത്തുവരേക്കും, ചില ആളുകൾ ഓരോരുത്തരും ചെയ്ത കർമ്മത്തിനനുസരിച്ചുകൊണ്ട് വിയർപ്പിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ആ സമയത്ത് 50,000 വർഷങ്ങൾക്ക് തത്തുല്യമാണ് അന്നത്തെ ഒരു ദിവസം. അങ്ങനെ എത്ര ദിവസമാണ് ആ പരലോകത്ത് മഹ്ശറയിൽ നിൽക്കുന്നത് എന്ന് നമുക്കറിയില്ല. അങ്ങനെ ജനങ്ങളെല്ലാം പ്രയാസത്തിൽ അകപ്പെടുമ്പോ അവരെല്ലാവരും കൂടി പരസ്പരം ആലോചിക്കുകയാണ്, ഇനി സ്വർഗമായാലും വേണ്ടുകയില്ല, നരകമായാലും വേണ്ടുകയില്ല, എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടണം, ഒന്ന് വിചാരണക്കെടുത്തു കിട്ടണം. അങ്ങനെ അതാ ജനങ്ങളെല്ലാം കൂടി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സമീപിക്കുകയാണ്. എന്നിട്ട് ആദം നബി അലൈഹിസ്സലാമയെ സമീപിച്ചുകൊണ്ട് പറയുന്നു, യാ ആദം അന്ത അബുൽ ബശർ ഖലഖകല്ലാഹു ബിയദിഹി വനഫഖ ഫീക മിൻ റൂഹിഹി വഅമറൽ മലായികത ഫസജദൂ ലക ഇശ്ഫഇ ലനാ ഇലാ റബ്ബിക അലാ തറാ ഇലാ മാ നഹ്നു ഫീ അലാ തറാ ഇലാ മാ ഖദ് ബനാനാ. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമയെ സമീപിച്ചുകൊണ്ട് ജനങ്ങൾ പറയുന്നു, അല്ലയോ ആദം, താങ്കൾ മാനവ തലമുറയുടെ നേതാവാകുന്നു, അബുൽ ബശർ, അതേ മനുഷ്യരുടെ പിതാവാകുന്നു. ഖലഖകല്ലാഹു ബിയദിഹി, അല്ലാഹു തന്റെ കൈകൊണ്ട് സൃഷ്ടിച്ച വ്യക്തിത്വമാണ്. വനഫഖ ഫീക മിൻ റൂഹിഹി, അല്ലാഹു തന്റെ റൂഹിൽ നിന്നും ആദ്യമായി ഊതിയ താങ്കളുടെ റൂഹാണ്. വഅമറൽ മലായികത ഫസജദൂ ലക, അതുപോലെ ജനങ്ങൾ മലക്കുകളെല്ലാം സുജൂദ് ചെയ്തത് താങ്കളുടെ മുമ്പിലാകുന്നു. ഇശ്ഫഇ ലനാ ഇലാ റബ്ബിക അലാ തറാ ഇലാ മാ നഹ്നു ഫീ, ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ ദുരവസ്ഥ അങ്ങ് കാണുന്നില്ലേ? അതുകൊണ്ട് ഇശ്ഫഇ ലനാ ഇലാ റബ്ബിക, അതുകൊണ്ട് റബ്ബിങ്കലേക്കൊന്ന് ശുപാർശ ചെയ്യണേ. ആ സമയത്ത് ഫയഖൂലു ആദം, ആദം നബി അലൈഹിസ്സലാം പറയുകയാണ്, ഇന്ന റബ്ബി ഒളിവൽ ലൗമ ഒളബാ ലം യഅലബ് ഖബലഹു മിസ്ലഹു വലൻ യഅലബ് ബഅദഹു മിസ്ലഹു. അല്ലാഹു ഇതിനു മുമ്പ് ഇങ്ങനെ കോപിച്ചിട്ടില്ല, ഇനി ഒരിക്കലും അല്ലാഹു അങ്ങനെ കോപിക്കുകയുമില്ല. അതുകൊണ്ട് ഫഇന്നഹു നഹാനി അനി ശജറത്തി ഫഅസൈതഹു നഫ്സി നഫ്സി, ഞാനൊരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, ആ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് നഫ്സി നഫ്സി, എന്റെ കാര്യം തന്നെ കഷ്ടമാണ്. ഇദ്ഗബു ഇലാ ഒയ്രി ഇദ്ഗബു ഇലാ നൂഹ്, അതുകൊണ്ട് മറ്റൊരാളെ സമീപിച്ചു നോക്കൂ, നൂഹ് നബി അലൈഹിസ്സലാമിനെ സമീപിച്ചു നോക്കൂ. സഹോദരങ്ങളെ, അങ്ങനെ എല്ലാവരും കൂടി നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ചൊല്ലുന്നു. നൂഹ് നബി അലൈഹിസ്സലാം നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് കൈവിടുകയാണ്.
അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിയുടെ അടുക്കലേക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ അടുക്കലേക്കും അവസാനം അതാ ഈസാ നബി അലൈഹിസ്സലാമിയുടെ അടുക്കലേക്കും അവസാനം അതാ ജനങ്ങളെല്ലാം കൂടി ഫയതൂനി അവരെല്ലാവരും കൂടി എന്റെ അടുക്കൽ വരും. ഫയഖൂലൂന എന്നിട്ട് അവർ പറയുകയാണ്, യാ മുഹമ്മദ് മുഹമ്മദേ അന്ത റസൂലല്ലാഹ് താങ്കൾ അല്ലാഹുവിന്റെ ദൂതനാകുന്നു. വഖാതമുൽ അംബിയാ അംബിയാക്കളിൽ അവസാനത്തെ വ്യക്തിയാകുന്നുവല്ലോ താങ്കൾ. വഅഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട വ്യക്തിയാകുന്നു താങ്കൾ. ഇശ്ഫഇലനാ ഇലാ റബ്ബിക അലാ തറാ ഇലാ മാ നഗ്നു ഫീ അതുകൊണ്ട് ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ആ ദുരവസ്ഥ അങ്ങ് കാണുന്നില്ലേ? അതുകൊണ്ട് റബ്ബിങ്കലേക്കൊന്ന് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണേ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോടതാ എല്ലാവരും കൂടി ആവശ്യപ്പെടുമ്പോ ഞാനതാ അർശിന്റെ അടുക്കലേക്ക് നീങ്ങുകയാണ് എന്ന് അർശിന്റെ താഴെയായി എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ സുജൂദിനായിക്കൊണ്ട് വീഴുന്നു. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ അള്ളാഹുവിന്റെ അർശിന്റെ മുമ്പിൽ അതാ സുജൂദിലായിക്കൊണ്ട് കിടക്കുകയാണ്. ആ സുജൂദിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആർക്കും പരിചയമില്ലാത്ത, ലോകത്ത് ഇന്ന് വരെ ആർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത ഒരുപാട് ദിക്റുകളും ദുആകളും അള്ളാഹുവിന്റെ റസൂലിന് ആ സുജൂദിൽ കിടന്ന് പറയുവാൻ അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ ദിക്റുകളും ദുആകളും ഉരുവിട്ടുകൊണ്ട് എത്ര കാലം ആ സുജൂദിൽ കിടക്കുമെന്ന് എനിക്കറിയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലമത്രയും അതാ ആ സുജൂദിൽ കിടക്കുന്നു. അങ്ങനെ കുറെ കഴിയുമ്പോൾ അള്ളാഹു പറയും, യാ മുഹമ്മദ് മുഹമ്മദേ നിന്റെ തല ഉയർത്തു, നീ എന്നോട് ചോദിച്ചോ നിനക്ക് ഞാൻ നൽകാം, നീ ശുപാർശ ചെയ്തോ നിന്റെ ശുപാർശ ഞാൻ സ്വീകരിക്കാം. അങ്ങനെ ഞാൻ എന്റെ തല ഉയർത്തുന്നു. ഫഅഖൂലു എന്നിട്ട് ഞാൻ പറയും, യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി അല്ലാഹുവേ എന്റെ ഉമ്മത്ത്, എന്റെ സമുദായം, എന്റെ സമുദായം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് സ്വീകരിച്ചുകൊണ്ട് അല്ലാഹു അതാ വിചാരണക്കെടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നാളെ പരലോകത്ത് അശ്ശഫാഅത്തുൽ കുബ്ര എന്നറിയപ്പെടുന്ന ആ വലിയ ശുപാർശയ്ക്ക് അനുവാദം ലഭിക്കുന്ന ഏക പ്രവാചകൻ നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. അങ്ങനെ ആ വിചാരണയൊക്കെ അവസാനിക്കുമ്പോ ജനങ്ങളെല്ലാം ദാഹിച്ച് അവശരാകുമ്പോ ദാഹം എന്നവർ ഉരുടുമ്പോ ഹൗദുൽ കൗസർ എന്ന തടാകമുണ്ട്. ആ ഹൗദുൽ കൗസർ എന്ന തടാകത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന് ആ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കൊടുക്കുന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ആദ്യമായി വെള്ളം കൊടുക്കുന്ന വ്യക്തി, അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി ഞാനായിരിക്കുമെന്ന് റസൂലുള്ളാഹി. അതും അല്ലാഹുവിന്റെ റസൂലിന്റെ പരലോകത്തെ ഖ്യാതിയ തീർന്നില്ല പ്രിയപ്പെട്ടവരെ. ആദ്യമായി സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതും ആ സ്വർഗത്തിന്റെ വാതില് തുറന്ന് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതും മഹാനായ നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. അപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ ദുനിയാവിലും അതുപോലെ ആഖിറത്തിലുമുള്ള ഖ്യാതി അത്രത്തോളമാണ് എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ ജനിച്ചു എന്ന് പറയുന്ന മാസത്തിലേക്കാണ് ഞാൻ നിങ്ങൾ കടന്നു നിൽക്കുന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്ന വിഷയത്തിൽ ലോക മുസ്ലിങ്ങൾക്കിടയിൽ രണ്ടഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകനെ സ്നേഹിക്കണോ വേണ്ടേ എന്ന വിഷയത്തിൽ ഒരു ചർച്ച തന്നെ ഉത്ഭവിക്കുന്നില്ല. അല്ലാഹു വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 6-ാമത്തെ വചനത്തിലൂടെ ഉണർത്തിയത്, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അടുത്തത് അല്ലാഹുവിന്റെ റസൂലാകുന്നു.
വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം ദേഹങ്ങളെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ട വ്യക്തി അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഒരു സത്യവിശ്വാസിക്ക് സ്വന്തം മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും ലോകത്തിലുള്ള സർവ്വ മനുഷ്യരെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടവൻ അല്ലാഹുവിന്റെ റസൂൽ ആയിരിക്കണം. അല്ല, സ്വന്തത്തെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടവൻ അല്ലാഹുവിന്റെ റസൂലായിരിക്കണം. അതേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാ, മാ മിൻ മുഅ്മിനിൻ ഇല്ലാ വന ഔലൻ നാസി ബിഹി ഫിദ്ദുനിയാ വൽ ആഖിറ ഇഖ്റഉ ഇൻ ശിഅ്തും അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഇഹത്തിലും പരത്തിലും ഒരു വിശ്വാസിയോട് ഏറ്റവും ബന്ധപ്പെട്ടത് ഞാനാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ ആയത്ത് ഓതിക്കൊള്ളുക, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നഫ്സുകളെക്കാൾ ഏറ്റവും അടുത്തത് അല്ലാഹുവിന്റെ റസൂലാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അല്ലാഹുവിന്റെ റസൂലും തമ്മിൽ നടന്ന സംഭാഷണം സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള സർവ്വ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, നബിയേ, എന്റെ സ്വന്തം ശരീരം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാകുന്നു. എന്റെ ശരീരം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. നിന്റെ ശരീരത്തെക്കാൾ നീ എന്നെ സ്നേഹിക്കും വരെ ഉമറേ നിന്റെ ഈമാൻ പൂർത്തിയാവുകയില്ല. ഫഖാല ലഹു ഉമറുൻ, ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഇന്നഹു വല്ലാന വല്ലാഹി ലഅന്ത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. എങ്കിൽ അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ശരീരത്തെക്കാൾ എന്നേക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ ആന യാ ഉമർ, ഉമറേ നിന്റെ ഈമാൻ ഇപ്പോഴാണ് പൂർത്തിയായത്. അപ്പൊ സ്വന്തം ശരീരത്തെക്കാൾ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുമ്പോഴേക്ക് സ്നേഹിക്കുമ്പോഴേക്കും ഒരാൾക്കും വിശ്വാസിയായി തീരുക സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും നമ്മെ പഠിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ നിങ്ങളുടെ മക്കളെക്കാൾ ലോകത്തിലുള്ള സർവ്വ മനുഷ്യരെക്കാളും എന്നെ പ്രിയം വെക്കും വരെ, എന്നെ ഇഷ്ടപ്പെടും വരേക്ക് ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾക്കും വിശ്വാസിയായി തീരുക സാധ്യമല്ല തന്നെ. ഒരാൾക്ക് വിശ്വാസിയായി തീരണമെങ്കിൽ നമ്മുടെ നഫ്സിനേക്കാൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. ഈ ഹദീസ് ഇമാം ബുഖാരി എടുത്തു കൊടുത്തിട്ടുള്ളത് ബാബു ഹുബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഈമാൻ. റസൂലിനെ സ്നേഹിക്കുന്നത് ഈമാനിൽ പെട്ടതാണ് എന്ന അധ്യായത്തിലാണ് ഈ ഒരു ഹദീസ് 24-ാമത്തെ വചനത്തിലൂടെ നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന 8 കാര്യങ്ങളെ അല്ലാഹു എണ്ണി പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നത്, ഈ 8 കാര്യങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയുമായിരിക്കണം. നബിയെ പറയൂ, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറത്തുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിന തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദുൻ ഫീസബീലിഹി ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരി. ഖുൽ നബിയെ പറയൂ, ഇൻ കാന ആബാഉകും നിങ്ങളുടെ പിതാക്കളാണെങ്കിൽ, നിങ്ങളുടെ മക്കളും, വഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരങ്ങളും, വഅസ്വാജുക്കും നിങ്ങളുടെ ഇണകളും, വഅശീറത്തുക്കും നിങ്ങളുടെ ബന്ധുമിത്രാദികളും, വഅംവാലിൻ ഇഖ്തറഫ്തുമൂഹാ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ധനവും, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ നഷ്ടം ഭയന്നേക്കുന്ന നിങ്ങളുടെ കച്ചവടവും, വമസാകിന തർളൗനഹാ നിങ്ങൾ തൃപ്തിയടയുന്ന നിങ്ങളുടെ പാർപ്പിടവും, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി അല്ലാഹുവിനേക്കാൾ അവന്റെ റസൂലിനേക്കാൾ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ നിങ്ങൾക്ക് പ്രിയങ്കരമായി തീർന്നാൽ ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി
അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. അപ്പം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, കുടുംബങ്ങളെക്കാൾ, അതുപോലെ കച്ചവടത്തെക്കാൾ, സ്വന്തം ഭവനത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിനെയുമായിരിക്കണം. ആർക്കെങ്കിലും ഈ 8 കാര്യങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ ഏറ്റവും കൂടുതൽ അവസരം ലഭിച്ചത് എനിക്കോ നിങ്ങൾക്കോ അല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം കൺകുളിർക്ക കണ്ട് ആസ്വദിക്കുവാൻ ഭാഗ്യം ലഭിച്ച സഹാബത്ത്, അവരാണ് പ്രവാചകനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. അവരെ പോലെ ഒരാളും ഇന്ന് ലോകത്തിലില്ല. അതെ, റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന അള്ളാഹുവിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചവരാണ് സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവരാണ് സഹാബത്ത്. അതേ, പ്രവാചകനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, കാണാതിരിക്കാൻ കഴിയില്ല. മരിച്ചാൽ എന്ത് ചെയ്യും, കാണാൻ കഴിയില്ലല്ലോ എന്ന് വിലപിക്കുന്ന സഹാബത്തിനെ നമുക്ക് കൂട്ടത്തിൽ കാണാം. മഹാനായ സൗബാ റളിയല്ലാഹു അൻഹു, അതീവ ദുഃഖിതനായി കാണപ്പെടുകയാണ്. അള്ളാന്റെ റസൂൽ ചോദിച്ചു, അല്ലയോ സൗബാ, നിനക്ക് എന്തു പറ്റി? സൗബാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവാണ് സത്യം, എന്നേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് താങ്കളെയാ, എന്റെ കുടുംബത്തെക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് താങ്കളെയാ, എന്റെ മക്കളെക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് താങ്കളെയാ. ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ താങ്കളെ ഓർത്താൽ ക്ഷമിച്ചിരിക്കാൻ എനിക്ക് കഴിയില്ല. ഉടനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും. എന്നിട്ടോ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മുഖം കൺകുളിർക്ക കണ്ട് ആസ്വദിക്കാൻ ഈ സൗബാന് സാധിക്കും നബിയേ. എന്റെയും താങ്കളുടെയും മരണത്തെക്കുറിച്ച് ഓർത്താൽ താങ്കൾ മരിച്ചു കഴിഞ്ഞാൽ നബിമാരുടെ കൂട്ടത്തിൽ ഉയർന്ന പദവിയിലായിരിക്കുമല്ലോ താങ്കൾ. ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ തന്നെയും താങ്കളെ എനിക്ക് കാണാൻ കഴിയില്ലല്ലോ എന്നോർത്തിട്ടാണ് എന്റെ സങ്കടമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അതാ സൗബാ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്നറിയാതെ അത് ആകാശത്തേക്ക് പ്രവാചകനതാ കണ്ണുകൾ ഉയർത്തുന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഓതിക്കൊടുക്കുകയാണ്, വമയ്യുതില്ലാഹ വറസൂല വഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ. വമയ്യുതില്ലാഹ വറസൂല, ആര് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ അക്കൂട്ടർ, യാതൊരു കൂട്ടരുടെ മേൽ അല്ലാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നുവോ അവരുടെ കൂടെയായിരിക്കും. ആരെയാണ് അല്ലാഹു അനുഗ്രഹിച്ചിട്ടുള്ളത്? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അതേ, നബിമാരും സിദ്ദീഖുകളും ഷഹീദുകളും സ്വാലിഹീങ്ങളും കടന്നു പോകുന്ന ആ സ്വർഗത്തിൽ കണ്ടെത്തുവാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തങ്ങ് റസൂലുള്ളാഹി ഓതി കേൾപ്പിച്ചപ്പോ സൗബാ റളിയല്ലാഹു അൻഹുവിന് സമാധാനമായി. നബിയെ കാണാതിരിക്കാൻ കഴിയാത്ത സഹാബത്ത് അവരെങ്ങനെ നബിയെ സ്നേഹിച്ചു? അവരെയല്ലേ നമ്മൾ പിൻപറ്റേണ്ടത്? അവരല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതൃക? ആ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് 2 ബാധ്യതകൾ ഉണ്ടായിരുന്നു. ഒന്ന്, അള്ളാന്റെ റസൂലിന്റെ ശരീരത്തെ സംരക്ഷിക്കണം. മറ്റൊന്ന്, അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ആ ആദർശത്തെ സംരക്ഷിക്കണം. സഹോദരങ്ങളെ, സ്വന്തം ജീവനേക്കാൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവന് വില കൽപ്പിച്ചവരായിരുന്നു സഹാബത്ത്. യുദ്ധത്തിന്റെ അവസരത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ നേർക്ക് വരുന്ന വാളും അമ്പും കുന്തവും സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങാൻ തയ്യാറായ സഹാബത്ത് അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അതിൽ പ്രമുഖനാണ് മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു. അള്ളാഹുവിന്റെ റസൂൽ ത്വൽഹാ റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത് നടന്നുപോയ ഷഹീദി എന്ന. അതേ പ്രിയപ്പെട്ടവരെ, ഉഹദ് യുദ്ധത്തിൽ 70ഓളം അമ്പുകളാണ്
മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു ശരീരത്തിലേക്ക് പതിച്ചത്. അതേ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ നേർക്ക് വരുന്ന ആ അമ്പുകൾ സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങാൻ ആ സഹാബത്ത് തയ്യാറായിരുന്നു. ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാ, ഉഹുദ് ദിനത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ സംരക്ഷിച്ച് പരിക്കേറ്റത് കാരണം ത്വൽഹയുടെ കൈ മരവിച്ചിരിക്കുന്നതായി ഞാൻ കാണുകയുണ്ടായി. ഉഹുദിന്റെ ദിവസം അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാ, യാ നബി അല്ലാഹ് യാ ബി അന്ത വ ഉമ്മി, അള്ളാഹുവിന്റെ റസൂലേ, താങ്കളുടെ സുരക്ഷയ്ക്കായി എന്റെ മാതാപിതാക്കൾ ഞാൻ പകരം നൽകാൻ റസൂലേ, നിങ്ങൾ മുകളിൽ വന്ന് എത്തി നോൽക്കരുത്. അങ്ങനെ ചെയ്താൽ അങ്ങേക്ക് ശത്രുക്കളുടെ അമ്പേൽക്കും, താങ്കളുടെ നെഞ്ചിനു മുമ്പിൽ പരിധി എന്നോണം അള്ളാഹുവിന്റെ റസൂലേ ഞാനുണ്ട് എന്ന് മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നു. സഹോദരങ്ങളെ, ശത്രുക്കൾ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ സഹാബിയോട് ആ വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പായി നിന്നെ മോചിപ്പിക്കുകയും പകരം മുഹമ്മദിനെ വധിക്കുകയും ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലിൽ ഒരു മുള്ള് തറയ്ക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന മറുപടിയാണ് പ്രിയപ്പെട്ടവരെ ആ സഹാബിയിൽ നിന്നുണ്ടായത്. യുദ്ധത്തിന്റെ അവസരത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ നേരെ വരുന്ന അമ്പുകളെയും വാളിനെയും സ്വന്തം ശരീരം കൊണ്ട് തടഞ്ഞ് ഷഹീദാകുവാൻ സഹാബത്തിന് യാതൊരു മടിയുമുണ്ടായിരുന്നില്ല. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു യുഹദ് യുദ്ധത്തിൽ ഷഹീദായ അനസ് റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ 80-ലേറെ വെട്ടും മുറിവുമുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്തിന്റെ പേരിൽ? അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതിന്റെ പേരിൽ, ആ പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തെ സംരക്ഷിച്ചതിന്റെ പേരിൽ. ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ ഖുറൈശികളുടെ പ്രതിനിധിയായി അള്ളാഹുവിന്റെ റസൂലിനെ സന്ദർശിച്ച ഉർവത്ത് ബിൻ മസ്ഊദ് തിരിച്ചു തന്ന് ഖുറൈശികളോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഖുറൈശികളെ, ഞാൻ കിസ്റയെയും കൈസറിനെയും നജ്ജാശിയെയും അവരുടെ കൊട്ടാരങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ മുഹമ്മദിന്റെ അനുയായികൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഉർവത്ത് ബിൻ മസ്ഊദ് തിരിച്ചു വന്ന് ഖുറൈശികളോട് പറയുന്നത് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ആ സഹാബത്ത് പ്രവാചകന്റെ ഒരു രോമത്തിനു പോലും പോർജേൽക്കുന്നത് സഹിക്കാൻ കഴിയാത്ത സഹാബത്ത്, അതേ പ്രിയപ്പെട്ടവരെ, കൊലമരത്തിന്റെ ചുവട്ടിൽ വെച്ച് സ്വന്തം ജീവനെ പന്താടുന്ന സമയത്ത് പോലും നിന്റെ നേതാവിനെ ഒന്ന് വഴിച്ചു പറഞ്ഞാൽ, മുഹമ്മദിനെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ, കൊലമരത്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ച് രക്ഷപ്പെടുത്താമെന്ന് പറയുമ്പോ ആ സഹാബികളുടെ മറുപടി എന്തായിരുന്നു? അള്ളാഹുവിന്റെ റസൂലിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഈ ദുനിയാവിലെ ജീവിതം എനിക്ക് വേണ്ടേ വേണ്ട, എന്നെ കൊല്ലുകയാണെങ്കിൽ കൊന്നുകൊള്ളുക എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി ആ കൊലമരം ചോദിച്ചു വാങ്ങിയ സഹാബികളെയാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് സ്നേഹിച്ചതിന്റെ ചില ഏടുകളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സഹോദരങ്ങളെ, ചരിത്രത്തിലെ കറുത്ത മുത്തി എന്നറിയപ്പെടുന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകന്റെ വാങ്ങി എന്നറിയപ്പെടുന്ന സഹാബിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അതേ ചരിത്രം പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ബാങ്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം കഴിഞ്ഞ് അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുമ്പോ ജനങ്ങളെല്ലാം വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ബിലാലിന്റെ ശ്രവണസുന്ദരമായ ആ ബാങ്കൊന്ന് ഞങ്ങൾക്ക് കേൾക്കണം. അതുകൊണ്ട് അമീർ പലരും ആവശ്യപ്പെട്ടിട്ടും ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ തയ്യാറായില്ല. അതെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറയുന്നു, ബിലാലേ, നീ ഒന്ന് ബാങ്ക് കൊടുക്കണം. അതേ അമീറുൽ മുഅ്മിനീന്റെ കൽപ്പനയാകുന്നു, അതുകൊണ്ട് തന്നെ അത് അനുസരിക്കണമല്ലോ എന്ന് വിചാരിച്ച് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അതാ
ബാങ്ക് കൊടുക്കുവാനായി എഴുന്നേൽക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അങ്ങനെ ബാങ്കിന്റെ ധ്വനികൾ ആരംഭിച്ച് അഷ്ഹദു അന്ന മുഹമ്മദാ. അതെ, ആ ബാങ്ക് പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാൻ സാധിക്കാതെ അഷ്ഹദു അന്ന മുഹമ്മദാ എന്ന് പറഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് അതാ താഴേക്ക് വീണുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. ചരിത്രം പറയുന്നു, അതിനുശേഷം ഒരിക്കൽ പോലും ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തിട്ടില്ല എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, തന്റെ ജീവനേക്കാൾ സ്നേഹിച്ച തന്റെ നേതാവിന്റെ പേര് പറയുമ്പോ പഴയകാല ഓർമ്മകൾ ഇങ്ങനെ കടന്നു വരുമ്പോ ആ ബാങ്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ ബിലാൽ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീണ ചരിത്രമാണ് ഇസ്ലാമിന്റെ ചരിത്രം. നിങ്ങൾക്കറിയില്ലേ, മഹദി ഉമ്മ അമ്മാറ റളിയല്ലാഹു തആല അൻഹ യുദ്ധത്തിൽ ഒരുപാട് മുറിവുകളേറ്റ ധീര വനിതയാണ് ഉമ്മ അമ്മാറ റളിയല്ലാഹു അൻഹ. അതെ, ഇത്രയും വെട്ടും കുത്തും ഏറ്റ ഒരു ശരീരത്തെയും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് സഹാബ വനിതകളതാ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഉഹദ് യുദ്ധത്തിൽ ഒരു കിംവദന്തി വരുന്നു, അള്ളാന്റെ റസൂല് കൊല്ലപ്പെട്ടു. സഹോദരങ്ങളെ, ഉഹദ് യുദ്ധത്തിൽ ഒരു കിംവദന്തി വരുന്നു, അല്ലാഹുവിന്റെ റസൂല് കൊല്ലപ്പെട്ടിരിക്കുന്നു. പെണ്ണുങ്ങളെല്ലാം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയോടുകയാണ്. അക്കൂട്ടത്തിൽ അതാ ഒരു ധീര വനിത, ഒരു സ്ത്രീ ഇങ്ങനെ ഓടുകയാണ്. വഴിയിൽ വെച്ച് ആ സ്ത്രീയെ തടഞ്ഞു നിർത്തി ആ സ്ത്രീയോട് പറയുന്നു, ആ സഹാബ വനിതയോട് പറയുകയാണ്, നിന്റെ ഭർത്താവ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അത് കേൾക്കാൻ നിൽക്കുന്നില്ല. ആ സഹാബ വനിത ഓടുകയാണ്. അപ്പുറത്തെത്തിയപ്പോ മറ്റൊരാൾ പറയുകയാ, നിന്റെ മകനിതാ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആ ധീര വനിത അതാ പടർക്കളത്തിലേക്ക്, കടർക്കളത്തിലേക്ക്, യുദ്ധക്കളത്തിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് അവർ ചോദിക്കുന്നു, എന്റെ നേതാവിന് എന്ത് പറ്റി, എന്റെ നേതാവിന് എന്ത് പറ്റി? അങ്ങനെ പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് കൊല്ലപ്പെട്ടിട്ടില്ല, ജീവിച്ചിരിക്കുന്നു എന്നറിയുമ്പോ അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നുകൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് എന്റെ ഭർത്താവ് പ്രശ്നമല്ല, എന്റെ മകൻ എനിക്ക് പ്രശ്നമല്ല. ഈ ലോകത്ത് താങ്കൾ ജീവിച്ചിരിക്കുമ്പോ അതൊന്നും എനിക്ക് യാതൊരു പ്രശ്നവുമല്ല എന്ന് പ്രഖ്യാപിച്ച സഹാബ വനിതകളെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ചരിത്രം നമുക്കറിയില്ലേ? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച നിമിത്തം അദ്ദേഹത്തിന്റെ മാതാവാണ് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, സഅദ്, ഈ ആദർശത്തിൽ നിന്ന് നീ പിന്മാറണം, മുഹമ്മദിനെ ഒഴിവാക്കണം. സ്വന്തം മാതാവാണ് പറയുന്നത്. ഇല്ലെങ്കിൽ നീ മാതാവ് എരിയുന്ന പൊരിയുന്ന വെയിലത്തിറങ്ങി നിന്നുകൊണ്ട് വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഈ ഉമ്മ ഇവിടെ മരിച്ചു വീഴും. അങ്ങനെ അറബികൾ നിന്നെ ഉമ്മയെ കൊന്നവനെന്ന് പേര് വിളിക്കും. സഅദ് റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം? ഒരു ഭാഗത്ത് റബ്ബിന്റെ അല്ലാഹുവിന്റെ മതവും, മറുഭാഗത്ത് സ്വന്തം മാതാവാണ് വെല്ലുവിളിക്കുന്നത്. വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഈ പൊരിവെയിലിൽ നിന്നുകൊണ്ട് ഞാൻ മരിച്ചു വീഴുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയതാ സഅദ് റളിയല്ലാഹു അൻഹു കാര്യം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അതാ മുകളിലേക്ക് നോക്കുകയാ. അതേ വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിന്റെ 15-ാമത്തെ വചനം, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഹുമാ ഫസാഹിബുഹുമാ ഫിദ്ദുനിയാ മൗറൂഫാ. നിനക്ക് യാതൊരു അറിവുമില്ലാത്ത വല്ല വിഷയത്തിലും അല്ലാഹുൽ പങ്കു ചേർക്കുവാൻ മാതാപിതാക്കൾ കൽപ്പിച്ചാൽ അവർ രണ്ടുപേരെയും നീ അനുസരിക്കേണ്ടതില്ല. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു മാതാവിന്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുന്നു, അല്ലയോ ഉമ്മ, താങ്കൾക്ക് 100 ശരീരമുണ്ടെന്ന് കരുതുക. ആ 100 ശരീരവും ഈ സഅദിന്റെ മുമ്പിൽ വെച്ച് പിടഞ്ഞു വീണു മരിച്ചാലും ഈ സഅദ് ഈ ആദർശത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു എന്തിനാണ് സഹോദരങ്ങളെ ഈ ത്യാഗം സഹിച്ചത്? അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതിന്റെ പേരിൽ, ആ പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തെ സ്വീകരിച്ചതിന്റെ പേരിൽ. സഹോദരങ്ങളെ, അപ്പോ
പ്രവാചകനെ സ്നേഹിക്കണമെന്നുള്ള കാര്യത്തിൽ ലോകത്തൊരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത്, അനുചരന്മാരായ സഹാബത്തുൽ കിറാർ റളിയല്ലാഹു അൻഹും അവരെങ്ങനെ പ്രവാചകനെ സ്നേഹിച്ചു എന്നതിന്റെ ചരിത്രത്തിലെ ചില ഏടുകളാണ് നിങ്ങളെ കേൾപ്പിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ റസൂലുള്ളാന്റെ ജീവൻ, ആ പ്രവാചകന്റെ ശരീരത്തെ സംരക്ഷിക്കേണ്ട കടമയില്ല, മറിച്ചോ ആ പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തെ സംരക്ഷിക്കുക. അങ്ങനെ നമ്മൾ പ്രവാചക സ്നേഹികളാവുക. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ചാണിന് ചാണായും മുഴത്തിന് മുഴുവായി പിൻപറ്റുക. അതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിലുള്ള പ്രവാചക സ്നേഹം. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. മൻ അഹബ്ബ സുന്നത്തി, ആര് എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടുവോ ഫഖദ് അഹബ്ബനി, അവനാകുന്നു എന്നെ ഇഷ്ടപ്പെട്ടവൻ. വൻ അഹബ്ബനി, ആര് എന്നെ ഇഷ്ടപ്പെട്ടുവോ കാന മഈ ഫിൽ ജന്ന, അവരെന്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ലഖദ് കാന ലക്കും ബി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അതേ, ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ അവൻ ഏർപ്പെടുന്ന ഏതേത് മേഖലകളുണ്ടോ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ആരാണ് അല്ലാഹുവിന്റെ റസൂല്? വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. സ്വയം ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല, അള്ളാഹുവിന്റെ വഹി പ്രകാരം മാത്രം സംസാരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനാണ് പറഞ്ഞത്, മാ തറക്തു മിൻ ഷൈഇൻ യുഖർരിബുക്കും മിനൽ ജന്നത്തി ഇല്ലാ ഖദ് ഹദ്ദസ്തുക്കും ബിഹി വമാ മിൻ ഷൈഇൻ യുബഇദുക്കും മിനൻ നാർ ഇല്ലാ ഖദ് ഹദ്ദസ്തുക്കും ബിഹി. നിങ്ങളെ സ്വർഗത്തിലേക്ക് ഘടിപ്പിക്കുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ അതൊന്നും പഠിപ്പിക്കാതെ ഞാൻ പോയിട്ടില്ല. നരകത്തിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തുന്ന, നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നൽകുന്ന ഏതേത് വിഷയങ്ങളുണ്ടോ അതൊന്നും ഞാൻ പഠിപ്പിക്കാതെ പോയിട്ടില്ല. അതേ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു കാര്യവുമില്ല. അതെ, ആ മതം പൂർത്തിയാക്കിക്കൊണ്ടാണ് ലോകത്തിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ചുകൊണ്ട് അല്ലാഹുവോ അവന്റെ റസൂലോ പഠിപ്പിക്കാത്ത, പ്രമാണയോഗ്യമല്ലാത്ത, പ്രമാണങ്ങളിൽ തെളിവില്ലാത്ത ഒരു സംഗതിയും ഇസ്ലാമിൽ കടത്തിക്കൂട്ടാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും കടത്തിക്കൂട്ടിയാൽ മതത്തിൽ ആരെങ്കിലും ഇല്ലാത്ത ഒരു വിഷയം കടത്തിക്കൂട്ടിയാൽ അത് റദ്ദ് ചെയ്യണം, അത് തള്ളിക്കളയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അയ്യകൂന ലഹുൽ ഖൈറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം മുബീനാ. ഒരു വിശ്വാസിക്കോ വിശ്വാസിനിക്കോ യോജിച്ചതല്ല. അല്ലാഹു റസൂലും ഒരു കാര്യം ഇങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യം ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല. വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനും റസൂലിനും എതിരെ പ്രവർത്തിച്ചാൽ ഫഖദ് ളല്ല ളലാലം മുബീനാ, അവൻ വ്യക്തമായ വഴികേടിലാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോ അല്ലാഹു റസൂലോ പഠിപ്പിക്കാത്ത ഒരു ആചാരം അത് നമുക്ക് എത്ര നല്ലത് എന്ന് തോന്നിയാലും അത് ഇസ്ലാമിൽ ദീനിൽ കലർത്തിക്കൂട്ടാൻ ഒരാൾക്കും അല്ലാഹു അവകാശം നൽകിയിട്ടില്ല. അല്ലൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അതേ, ഹജ്ജത്തുൽ വിദായിൽ ലക്ഷക്കണക്കിന് സഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് നടത്തിയ ആ പ്രഭാഷണമുണ്ടല്ലോ, ആ പ്രഭാഷണത്തിലാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. അല്ലൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു, മതമായ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അതെ, അന്ന് മതമായുള്ളത് എന്തോ അത് ഖിയാമത്ത് വരെ മതമാണ്. അന്ന് മതമല്ലാത്തതൊന്നും
ഖിയാമത്ത് വരെ മതമല്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, അപ്പോ ഇത് നമ്മൾ പരിശോധിക്കേണ്ടത്, നമ്മുടെ സമൂഹത്തിലെ റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോ ആ മാസവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആഘോഷങ്ങൾക്കും സമ്പ്രദായങ്ങൾക്കും ഇസ്ലാമിൽ തെളിവുണ്ടോ ഇല്ല എന്നതാണ്. പ്രാമാണികമായി വിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ സുന്നത്തിലോ സച്ചരിതരായ ഖുലഫാഉർ റാഷിദുകളുടെ ചര്യയിലോ പ്രവാചകന്റെ അനുയായികളായ സഹാബത്തിലോ അതുപോലെ അയിമ്മത്തുൽ അർബഅ 4 മദ്ഹബിന്റെ ഇമാമുകളിലോ ആരിലെങ്കിലും ഇങ്ങനെ ഒരു ആഘോഷത്തിന് മാതൃകയുണ്ടോ എന്നത് പരിശോധിക്കേണ്ടത് അത്യാവശ്യം. ഇസ്ലാമിൽ യാതൊരു അഡ്രസ്സുമില്ലാത്ത ജന്മദിനത്തിന്റെ തെളിവ് പറഞ്ഞ് ഈ ആളുകൾ എവിടം വരെ എത്തിയിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിൽ യാതൊരു അഡ്രസ്സുമില്ലാത്ത വിശുദ്ധ ഖുർആനിലുണ്ടോ എങ്കിൽ ആയത്തോതിയാൽ പോരെ. ഖുർആനിലെ ഇത്രാമത്തെ സൂറത്തിലെ ഇത്രാമത്തെ ആയത്ത് പ്രവാചകന്റെ ജന്മദിനം നബിദിനം ആഘോഷിക്കാൻ തെളിവാണ്. ഇന്ന് വരെ ഒരായത്താരെങ്കിലും ഓതിയിട്ടുണ്ടോ? ഇല്ല. ചില ആളുകൾ ചില ആയത്തുകൾ കൂട്ടിമുട്ടിക്കാൻ നോക്കുന്നുണ്ട്. ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ നബിയെ താങ്കൾ അയച്ചിട്ടില്ല എന്ന വിശുദ്ധ ഖുർആനിലെ വചനവും അപ്പുറത്ത് സൂറത്ത് യൂനിസ് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും ഫദ്ൽ കൊണ്ടും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. അപ്പൊ അവിടെയും ഒരു റഹ്മത്ത് കൊണ്ട് ഇവിടെയും ഒരു റഹ്മത്ത് കണ്ടപ്പോ രണ്ടും കൂട്ടിമുട്ടിച്ചിട്ട് അതാ വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട് പോലും അല്ലാഹുവിന്റെ റഹ്മത്തിനെ കൊണ്ട് സന്തോഷിക്കാൻ. ഇങ്ങനെ ദുർവ്യാഖ്യാനം വിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യുക അല്ലാതെ ഖുർആനിൽ നിന്നൊരു സൂക്തം ഉദ്ധരിക്കാൻ ഇന്ന് വരെ ഒരാൾക്കും ഈ ആഘോഷത്തിന്റെ ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. അങ്ങനെ ഇസ്ലാമിൽ യാതൊരു അഡ്രസ്സുമില്ലാത്ത പ്രവാചകന്റെ ജന്മദിനത്തിന്റെ തെളിവ് പറഞ്ഞ് ഈ ആളുകൾ എവിടം വരെ എത്തിയെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? അതെ, ലൈലത്തുൽ ഖദ്റിനേക്കാൾ ശ്രേഷ്ഠമാണ് പ്രവാചകൻ ജനിച്ച രാത്രി. നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ കടക്കലാണ് ഇവർ കത്തിവെക്കുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ രാവി എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെടുമ്പോ ഇതാ പ്രവാചകൻ ജനിച്ച രാത്രിക്കാണ് അതിനേക്കാൾ ശ്രേഷ്ഠതയെന്ന് ഈ ആളുകൾ എഴുതിവിടുന്നു. രാവിൽ വച്ചേറ്റം അഫ്ളലായത് തിരുനബി പൂജാതനായ രാവ് തന്ന സാഹിബി. രാവിൽ വച്ചേറ്റം അഫ്ളലായത് തിരുനബി പൂജാതനായ രാവ് തന്ന സാഹിബി. അപ്പോ രാവിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച രാത്രിയാണ്. പിന്നീട് ലൈലത്തുൽ ഖദ്റും പിന്നീട് ലൈലത്തുൽ ജുമുഅ എന്നാണ് ഈ ആളുകൾ എഴുതിവിടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനത്തിന്റെ തെളിവ് പറഞ്ഞ് അവസാനം പ്രവാചകൻ ജനിച്ച രാത്രിയാണ് ഏറ്റവും ഉത്തമമായ രാത്രി എന്ന് ഈ ആളുകൾ എഴുതിവിടുന്നു. നബിദിനം മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ്. പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം. 1987 നവംബർ മുസ്ലിങ്ങൾക്ക് മുഹമ്മദ് നബിയുടെ ജന്മദിനത്തെക്കാൾ ആനന്ദദായകമായ മറ്റൊരാഘോഷവുമില്ല. സിറാജ് 1994 ആഗസ്റ്റ് 20. കഴിഞ്ഞുപോയ രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അല്ലാഹുവിന്റെ റസൂല് ജനിച്ച രാത്രിയാകുന്നു. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമേറിയതാണ് എന്ന് ഖുർആൻ പ്രസ്താവിച്ച ലൈലത്തുൽ ഖദ്റിനേക്കാൾ മഹത്വമാണ് ആ രാവിലുള്ളത്. സുന്നി അഫ്കാർ വാരിക 2002 മാർച്ച് 20 പേജ് 25. ഉണ്ടോ? എവിടെ എത്തി? ലൈലത്തുൽ ഖദ്റിനേക്കാൾ ശ്രേഷ്ഠമാണ് പ്രവാചകൻ ജനിച്ച രാത്രി എന്ന് എഴുതിവിടാൻ പോലും ഇവർക്ക് മടിയില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ മറ്റൊരു തെളിവ്? നബിദിനാഘോഷത്തിന് ആദ്യമായി തുടക്കം കുറിച്ചതാരാ? കേട്ടോളി. അള്ളാഹു അവരെ കൊണ്ട് തന്നെ എഴുതിച്ചു. നബിദിനാഘോഷത്തിന് തുടക്കം കുറിച്ചതാരാ? നബിദിനാഘോഷത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ അത്ര തന്നെ പഴക്കമുണ്ട്. അബ്ദുള്ളയുടെ വിധവ ആമിന
ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയെന്ന് അബൂലഹബിനെ അറിയിച്ചപ്പോ സുവൈബത്തുൽ അസ്ലമിയെ മോചിപ്പിച്ചുകൊണ്ട് മൗലൂദാഘോഷത്തിന് അബൂലഹബ് തുടക്കം കുറിച്ചു. ആരാ അബൂലഹബ്? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ, അവൻ തന്നെ നശിക്കുകയും ചെയ്തിരിക്കുന്നു. സയസിലാൻ ആറന്താത്തലഹബ്, കത്തിയാളുന്ന നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ആ അബൂലഹബാണ് പോലും ആദ്യമായി നബിദിനം കഴിച്ചത് എന്ന്. അപ്പൊ മൗലൂദാഘോഷത്തിന് തുടക്കം എത്തി നിൽക്കുന്നത് ഇപ്പൊ അബൂലഹബിലാണ്. 1981 ഡിസംബർ 18 സുന്നി വോയിസിൽ എഴുതുകയാണ്, ഉപദേശ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി ജീവിതത്തിൽ നടപ്പിലാക്കിയ ഉത്തമ നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു ആചാരം നടപ്പിലാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പിന്നീട് ഇസ്ലാമിൽ നിന്ന് ജനങ്ങൾ വ്യതിചലിക്കാൻ തുടങ്ങി. ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ ഹിജ്റ 400 നടപ്പിലാവുകയും ഈ വിഷയവുമായി നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ ഹിജ്റ 300 വരെ മുസ്ലിം ലോകത്തിന് ഇങ്ങനൊരു ആഘോഷം പരിചയമില്ല. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമമായ തലമുറ എൻ്റെ തലമുറയാണ്, പിന്നീട് അടുത്ത തലമുറ, പിന്നീട് അടുത്ത തലമുറ എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച 3 തലമുറയ്ക്കും പരിചയമില്ലാത്ത ഒരു ആഘോഷമാണ് എന്ന് ഈ ആളുകൾ തന്നെയാണ് എഴുതിവിടുന്നത്. മൗലൂദ് ആഘോഷിക്കണമെന്ന് അഭിപ്രായമുള്ള തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി അദ്ദേഹം തന്നെ എഴുതി വെച്ചത് മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഖാവി പറഞ്ഞതായി കാണുന്നതാ, അത് കലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ. മുമ്പ് പതിവില്ലാത്ത കാര്യം എന്തിനാണ് സഹോദരങ്ങളെ? നമുക്ക് മുമ്പ് പതിവില്ല എന്ന് ഈ ആളുകൾ തന്നെ എഴുതിവിട്ടിട്ടുണ്ട്. മുമ്പ് പതിവില്ലാത്തതൊന്നും ഇസ്ലാമല്ല. എന്നാൽ സഹോദരങ്ങളെ, ഈ ആഘോഷത്തിന് രാജകീയമായ മാനം കണ്ടെത്തിയത് ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇർബൽ ഭരിച്ച മുദഫർ എന്ന് പറയുന്ന രാജാവാണ് എന്നും തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന കവിതാ സമാഹാരത്തിൽ അതാ എഴുതിവിടുന്നു. മലിക്കുൽ മുദഫർ ധീരനായൊരു രാജന, ഇർബൽ ഭരിച്ചവനാണ് വന്ദർവിഷ്ടന, മൗലൂദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ, റബീഉൽ അവ്വൽ എന്താഘോഷമാ. അപ്പോ മലിക്കുൽ മുദഫർ എന്ന് പറയുന്ന ഒരു രാജാവാണ് ആദ്യമായി ഇങ്ങനെ മൗലൂദ് ആഘോഷിച്ചത്. ആദ്യമായി ഉണ്ടാക്കപ്പെട്ട മൗലൂദ് ഏതാണെന്നറിയുമോ? ആ രാജകൊട്ടാരത്തിലെ ഇബ്നു ദഹിയ എന്ന് പറയുന്ന ഷൈഖ് ഇബ്നു ദഹിയ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായി ഒരു മൗലൂദ് ഉണ്ടാക്കിയത്. ഷൈഖ് ഇബ്നു ദഹിയ മൗലൂദ് ഒന്നു രചിക്കലായി, രാജാവിനത് കണ്ടേറ്റവും സന്തോഷമായി, സമ്മാനമായി പൊന്നായിരം നൽകുന്നതായി എന്നുള്ള ഇബ്നു കസീർ താൻ പറയുന്നതായി. അങ്ങനെ കൊട്ടാര പണ്ഡിതനായ ഇബ്നു ദഹിയ എന്ന് പറയുന്ന മനുഷ്യൻ അതാ ഒരു മൗലൂദ് ഉണ്ടാക്കുന്നു. രാജാവ് അതാ അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങൾ നൽകുന്നു. സഹോദരങ്ങളെ, എന്തിനാണ് ഈ മൗലൂദ് ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയണ്ടേ? ആ മുദഫർ രാജാവിന് ആ രാജ്യത്തുള്ള കീർത്തിയും പ്രശസ്തിയും നഷ്ടപ്പെട്ടപ്പോ ആളുകളെയെല്ലാം രാജസദസ്സിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പിയപ്പോ അതുവരേക്കും മുദഫർ ശരിയല്ല എന്ന് പറഞ്ഞ മനുഷ്യർ തിരിച്ചു പറഞ്ഞു എന്ന മുദഫർ തരക്കേടില്ല, വയർ നിറച്ച് ഭക്ഷണം കിട്ടിയപ്പോ അതിനു വേണ്ടിയാണ് മുദഫർ രാജാവ് തന്റെ രാജസദസ്സിൽ ഇങ്ങനെ ഒരു ആഘോഷം ഉണ്ടാക്കിയത് എന്നും ഞാനല്ല പറയുന്നത്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ അൽ ബിദായ വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവിയാണ് വിശദീകരിക്കുന്നത്. മൗലൂദ് കഴിക്കും നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000. ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലന്ന്,
അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന്. പ്രത്യേകമായി ഇവർക്കൊക്കെയും ബഹുമാനവും നൽകുന്നതാ രാജാവ് പല സമ്മാനവും. മൗലൂദ് ശരീഫോതുന്ന സമയം വന്ന് ഇരിക്കുന്നതാ സദസ്സിൽ മുളഫറുമെന്ന്. ചുരുക്കി പറഞ്ഞാൽ 3 ലക്ഷം പൊന്ന പ്രതിവർഷം മൗലൂദ് കഴിക്കാനെന്ന ഇത് അൽബിദായ വന്നിഹായ നോക്കിയാൽ കാണുന്നതാ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ അൽബിദായ വന്നിഹായ എന്ന ചരിത്ര ഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ട് തഴവാ പാടിയതാണ്. മൗലൂദ് കഴിക്കുന്ന അന്ന് 1000 പൊരിക്കുന്നതാണ് കോഴിയും 10,000 കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവയുണ്ട് ഓരോ തരം. അങ്ങനെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തപ്പോ അവർ പറഞ്ഞു മുളഫർ തരക്കേടില്ല. ഇനി ആ രാജസദസ്സിലെ പണ്ഡിതന്മാരുടെ ആകെക്കുള്ള പണി എന്തായിരുന്നുവെന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നത്. ആടുക, പാടുക, ഡാൻസ് കളിക്കുക, ഇതായിരുന്നു അവരുടെ ആകെക്കൂടിയുള്ള ഏർപ്പാട് എന്നാണ്. അഥവാ മുളഫറിന്റെ രാജകൊട്ടാരത്തിലെ കൊട്ടാര പണ്ഡിതന്മാരുടെ പണി ഇതായിരുന്നു എന്നും അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ സഖാവി പറയുന്നു, തീർച്ചയായും ഈ മൗലൂദ് കഴിക്കുന്ന സമ്പ്രദായം ഇതര 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം പുതുതായി ഉണ്ടായതാകുന്നു. രാജാക്കന്മാരിൽ നിന്ന് ആദ്യമായി മൗലൂദ് കഴിക്കുന്ന സമ്പ്രദായം ഉണ്ടാക്കിയത് മുളഫർ രാജാവാകുന്നു. ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വഖദ് സുഇല ശൈഖുൽ ഇസ്ലാം ഹാഫിദുൽ അസ്ർ അബുൽ ഫദ്ൽ ഇബ്നു ഹജർ അൻ അമലുൽ മൗലിദി ഫഅജാബ മാനസു അസ്ലു അമലുൽ മൗലിദി ബിദ്അത്തുൻ ലം തുൻഖൽ അൻ അഹദ് മിന സലഫി സാലിഹി മിനൽ ഖുറൂനി സലാസ. ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹിയോട് നബിദിനാഘോഷത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ജന്മദിനാഘോഷത്തിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താകുന്നു. അസ്ല അൽ അമലിൽ മൗലിദി, മൗലൂദ് ആഘോഷം എന്നല്ല പറഞ്ഞത്. അസ്ല അമലിൽ മൗലിദി, മൗലൂദിന്റെ പ്രവൃത്തി തന്നെ, അതിന്റെ അസ്ല് തന്നെ അടിസ്ഥാനരഹിതമാകുന്നു, അത് ബിദ്അത്താകുന്നു. ആദ്യകാല 3 നൂറ്റാണ്ടിലെ സലഫ് സാലിഹീങ്ങളായ മുൻഗാമികളിൽ നിന്ന് ഒരാളിൽ നിന്ന് പോലും അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അദ്ദേഹവും വിശദീകരിക്കുന്നുണ്ട്. 3 നൂറ്റാണ്ടുകളെ സലഫ് സാലിഹീങ്ങളായ ആളുകളിൽ നിന്ന് ഒരാളിൽ നിന്ന് പോലും ഇങ്ങനെ ഒരു ആഘോഷം സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് അസ്ലുൽ മൗലിദി, മൗലൂദിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ബിദ്അത്തുൻ, അത് തനിച്ച അനാചാരമാണ്, ബിദ്അത്താണ് എന്ന് ഇമാം ഫാക്കിഹാനി റഹ്മത്തുള്ളാഹിയോട് നബിദിനാഘോഷത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോ അദ്ദേഹം നൽകിയ മറുപടി നമുക്ക് കാണാം. മാന്യന്മാരായ പല സംഘങ്ങളിൽ നിന്നും റബീഉൽ അവ്വൽ മാസത്തിൽ ജനങ്ങൾ ഇക്കാലത്ത് മൗലിദ് എന്ന് പേര് പറഞ്ഞ് ഒരുമിച്ച് കൂട്ടി പല ആചാരങ്ങളും നടത്തി വരുന്നുണ്ട്. ഇതിന് ശരീഅത്തിൽ വല്ല അടിസ്ഥാനവുമുണ്ടോ എന്ന ചോദ്യം എനിക്ക് ആവർത്തിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിന് വ്യക്തവും സുദൃഢവുമായ ഒരു മറുപടിയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിലോ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലോ ഇതിനൊരു അടിസ്ഥാനവും ഉള്ളതായി ഞാൻ അറിയുന്നില്ല. മതകാര്യങ്ങളിൽ മാതൃകായോഗ്യരായ പൂർവികന്മാരെ പിന്തുടരുന്ന ആരും തന്നെ ഇത് പ്രവർത്തിച്ചതായി ഉദ്ധരിക്കപ്പെടുന്നില്ല. എന്നാലോ അടിസ്ഥാനരഹിതമായ പലതും കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ചില ആളുകളുടെ നിർമ്മിതവും ഏതോ തീറ്റക്കൊതിയന്മാരുടെ എന്നാ പറഞ്ഞത്, ഏതോ തീറ്റക്കൊതിയന്മാരുടെ സ്വാർത്ഥതയ്ക്കൊപ്പിച്ച് കെട്ടിയുണ്ടാക്കിയ ബിദ്അത്തുമാകുന്നു ഇത്. ശർഈയായ വിധികൾ വെച്ച് നോക്കിയാൽ ഇത് ഹറാമല്ലെങ്കിൽ അതിനോടടുത്ത കറാഹത്തി എന്നീ 2 വകുപ്പുകളിൽ ഏതെങ്കിലും ഒന്നിൽ പെട്ടതായിരിക്കാനേ നിവൃത്തിയുള്ളൂ. അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ വെച്ച് എന്നോട് ചോദിക്കപ്പെട്ടാൽ അവിടെ വെച്ചും എനിക്ക് പറയാനുള്ള മറുപടി ഇത് തന്നെയാണ് എന്ന് ഇമാം ഫാക്കിഹാനി റഹ്മത്തുള്ളാഹി പറഞ്ഞതായി ഇമാം സുയൂത്തിയുടെ അൽ-ഹാവിലുൽ ഫത്താവ 1-ാം വാല്യം 190-ാമത്തെ പേജ് മറിച്ചു നോക്കിയാൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോ മുൻഗാമികൾക്ക് ആർക്കും ഇങ്ങനൊരു ആഘോഷം പരിചയമില്ല എന്ന് വളരെ കൃത്യമാണ്. അപ്പോ വിശുദ്ധ ഖുർആനിലുണ്ടോ? ഇല്ല. പ്രവാചകന്റെ ഹദീസിലുണ്ടോ? ഇല്ല. സഹാബികളുടെ മാതൃകയിലുണ്ടോ? ഇല്ല. അയിമ്മത്തുൽ അർബഅ 4 മദ്ഹബിന്റെ ഇമാമുകൾക്ക് പരിചയമുണ്ടോ? ഇല്ല. ഖൈറുൽ ഖുറൂനി എന്ന് പറഞ്ഞ ആ 3 ഉത്തമ തലമുറകൾക്ക് പരിചയമുണ്ടോ? അവർക്കുമില്ല. ഖുലഫാഉർ റാഷിദുകൾ
4 സച്ചരിതരായ ഖലീഫമാർ. ഒന്നാം ഖലീഫ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ സന്തത സഹചാരിയാണ്. ഒന്നാമതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിത്വമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഹിജ്റ പോയ ഹിജ്റയിലെ പ്രവാചകന്റെ കൂട്ടുകാരനാണ്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഹിജ്റയിൽ പ്രവാചകന്റെ മുന്നിലും പിന്നിലുമായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നടക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു ചോദിച്ചു, ഹിജ്റയുടെ അവസാനത്തിൽ അല്ലയോ അബൂബക്കറെ, ആ നടത്തത്തിന്റെ രഹസ്യമെന്താ? ചിലപ്പോൾ എന്റെ പിന്നിലും എന്റെ മുമ്പിലും നീ മാറി മാറി നടന്നതിന്റെ രഹസ്യമെന്താ? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുകയാ, അതേ അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ ആക്രമിക്കുവാൻ മുന്നിൽ നിന്ന് ആളുകൾ ശത്രുക്കൾ വരുന്നു എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ മുന്നിലേക്ക് കടന്നു നിൽക്കും. അങ്ങനെ പിന്നിൽ നിന്ന് ശത്രുക്കൾ വരുന്നു എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ പിന്നിലേക്ക് കടന്നു നിൽക്കും. അത്രത്തോളം അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബികളിൽ ഒന്നാമത്തെ വ്യക്തിത്വം. ഹിജ്റ 11 മുതൽ 13 വരെ 2 വർഷം ഭരണം നടത്തി. ഒരു റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയില്ലേ? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മൗലൂദ് ആഘോഷിച്ചതായി ചരിത്രത്തിൽ ഒരു രേഖ കാണിച്ചു തരാൻ ഈ ആളുകൾക്ക് സാധിക്കുമോ? മഹാനായ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ മരിച്ചു എന്ന് കേട്ടപ്പോ ആ മരണ വാർത്ത ഉൾക്കൊള്ളാനാവാതെ ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ തല വെട്ടും എന്ന് പറഞ്ഞ് സമനില തെറ്റിയ ആളെപ്പോലെ ഊരിപ്പിടിച്ച വാളുമായി കലിതുള്ളിയ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ഹിജ്റ 13 മുതൽ 23 വരെ 10 വർഷം ഭരണം നടത്തി. 9 റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയില്ലേ? മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു റബീഉൽ അവ്വലെങ്കിലും ഒരു അല്പം അരസ്വലാത്ത് കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസമല്ലേ, ജനിച്ച ദിനമല്ലേ, അതുകൊണ്ട് അരസ്വലാത്ത് ഇങ്ങനെ കൂടട്ടെ എന്ന് വിചാരിച്ച് ഉമർ റളിയല്ലാഹു അൻഹു മൗലൂദ് ആഘോഷം നടത്തിയോ? ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. മഹാനായ 3-ാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ 2 പെൺമക്കളെ വിവാഹം കഴിച്ച ദുന്നൂറൈൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 23 മുതൽ 35 വരെ 12 വർഷം ഭരണം നടത്തി. ആ 12 വർഷത്തിൽ 11 റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയില്ലേ? ആ 11 റബീഉൽ അവ്വൽ ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ അല്പം ഈത്തപ്പഴം കാരക്ക അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസമല്ലേ എന്ന് പറഞ്ഞ് വിതരണം ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് കാട്ടിക്കൂട്ടുന്ന അന്നദാനത്തിന് നിങ്ങൾക്ക് തെളിവ് പറയാമായിരുന്നു. എന്നാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, തീർന്നില്ല. പ്രവാചകന്റെ മരുമകനായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവായ അലി റളിയല്ലാഹു അൻഹു 5 വർഷം ഭരണം നടത്തിയില്ലേ? ആ 5 വർഷം 35 മുതൽ ഹിജ്റ 40 വരെ 5 വർഷത്തിൽ 4 റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയില്ലേ? ഒരു റബീഉൽ അവ്വലെങ്കിലും ആഘോഷിച്ചതായി കാണാൻ സാധിക്കുമോ? ചരിത്രത്തിൽ ഒരു രേഖ ഉണ്ടെങ്കിൽ പറയണം. നമുക്കും ആഘോഷിക്കാമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ജന്മദിനം പ്രാമാണയോഗ്യമായി തെളിവുണ്ടെങ്കിൽ ആ ആഘോഷത്തെക്കാൾ വലിയ ആഘോഷം മുസ്ലിമീങ്ങൾക്കുമില്ല, ഞങ്ങൾക്കുമില്ല എന്നത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രവാചകന്റെ പത്നിയായ നമ്മുടെ ഉമ്മയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം 48 വർഷം ജീവിച്ച മഹദിയ 47 റബീഉൽ അവ്വലെങ്കിലും കടന്നുപോയില്ലേ? ഒരൊറ്റ റബീഉൽ അവ്വലെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച മാസമാണ്, ജനിച്ച ദിവസമാണ്, അതുകൊണ്ട് നമുക്ക് ആഘോഷിക്കണം എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹ ഒരൊറ്റ റബീഉൽ അവ്വലെങ്കിലും ആഘോഷിച്ചതായി തെളിയിക്കാൻ ആർക്കാണ് സാധിക്കുക? ചരിത്രത്തിൽ തെളിവുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ല, ഇല്ലേ ഇല്ല. ഞാൻ അവസാനിപ്പിക്കും. ഒരു ഭാഗം കൂടി വിശദീകരിച്ചുകൊണ്ട് അതിനുള്ള സമയമുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില ആളുകൾക്ക് ചില സംശയം. നബിദിനാഘോഷം ബിദ്അത്താണെന്നത് ശരി തന്നെ, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ മദ്ഹ് ചൊല്ലുന്നതിൽ എന്താണ് തെറ്റ്? അതിന് നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത്? മൗലൂദ് പാരായണം പ്രവാചകന്റെ പേരിലുള്ള മദ്ഹല്ലേ? പ്രവാചകന്റെ പേരിലുള്ള സലാത്തല്ലേ?
അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിച്ചതല്ലേ പ്രവാചകന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലണം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അള്ളാഹുവിന്റെ മലക്കുകളും പ്രവാചകന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് വിശ്വാസികളെ പ്രവാചകന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്നത്. അതുപോലെ ആവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ നമ്മൾ നമസ്കാരത്തിലൂടെ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. സലാത്ത് ചൊല്ലണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല. മൻ സല്ലല്ലാഹു അലൈഹി സ്വലാത്തൻ വാഹിദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും എന്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവർക്ക് 10 കരുണ വർഷിക്കുന്നതാകുന്നു. ഇന്ന ഔലന്നാസി യൗമൽ ഖിയാമത്തി അക്സറുഹും അലൈഹി സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്തവരും കടപ്പെട്ടവരും എന്റെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കുന്നവരാണ്. എന്റെ പേര് പറയപ്പെട്ടിട്ടും ആരാണോ സലാത്ത് ചൊല്ലാത്തത് അവൻ പിശുക്കനാണ്. എത്ര ഹദീസുകളാണ് നമുക്ക് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സ്വലാത്തായിരിക്കണം. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ചുള്ള സ്വലാത്തായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇസ്ലാം പഠിപ്പിക്കാത്ത തരത്തിലുള്ള പദങ്ങളും പ്രാർത്ഥനകളും അടങ്ങുന്ന സ്വലാത്തുകൾ ഒരിക്കലും വിശ്വാസികൾ ഉണ്ടായിക്കൂടാ. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി എന്ന ആയത്ത് അവതരിച്ചപ്പോ പ്രവാചകന്റെ അനുയായികളായ സഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നു, കീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അമ്മസ്സലാമു അലൈക ഫഖദ അറഫ്നാഹു ഫകൈഫ സലാത്തു അലൈക യാ റസൂലല്ലാഹ്, താങ്കളുടെ മേൽ സലാത്ത് ചൊല്ലണമെന്ന അല്ലാഹുവിന്റെ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് ഞങ്ങൾ സലാത്ത് ചൊല്ലേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് എന്ന് തുടങ്ങുന്ന നമുക്കെല്ലാം സുപരിചിതമായ ആ സലാത്താണ് പ്രവാചകൻ പഠിപ്പിച്ചത്. സലാത്തിന്റെ ശരിയായതും പൂർണ്ണമായതുമായ രൂപം 30-ലധികം റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ രൂപമാണ് നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമിയ സലാത്ത്. എന്നാൽ ഇന്നോ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത, സഹാബത്തിന് പരിചയമില്ലാത്ത, മുൻഗാമികളായ സലഫുകൾക്ക് പരിചയമില്ലാത്ത ഒട്ടനവധി സലാത്തുകൾ ഇതാ നമ്മുടെ ചില ആളുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. നാരിയത്ത് സലാത്ത് എന്ന് പറയുന്ന നരകത്തിലേക്കുള്ള സലാത്ത് ഒരു ഭാഗത്ത്, അതുപോലെ കമാലിയ സലാത്ത്, അതുപോലെ താജ് സലാത്ത്. അതിന്റെ വിശദീകരണത്തിലേക്കും അർത്ഥത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ശിർക്കിന്റെ വരികളിൽ കൊള്ളുന്ന സലാത്തുകളാണ് ഇതൊക്കെ. അപ്പം പ്രവാചകന്റെ പേരിൽ മദ്ഹ് ചൊല്ലുന്ന മദ്ഹ് ചൊല്ലണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മദ്ഹിന്റെ പേരിൽ കടന്നു വന്നിട്ടുള്ള പദ്യങ്ങളും ഗദ്യങ്ങളും നമ്മൾ പരിശോധിച്ച പൂർവിക സമുദായങ്ങളെ കടത്തി വെട്ടിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ച് ഈ ആളുകൾ ആരാധിക്കുന്നില്ല എന്ന് മാത്രം അവിടം വരെ എത്തിയിട്ടുണ്ട് പ്രവാചകനോടുള്ള സ്നേഹം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലാ തതുറൂനി കമാ തറത്തിൻ നസാറാ ഇബ്നു മറിയം. മറിയമിന്റെ മകൻ ഈസായെ ക്രൈസ്തവരായ ആളുകൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. ലാ തതുറൂനി കമാ തറത്തിൻ നസാറാ, നസാറക്കൾ അവരുടെ പ്രവാചകനായ ഈസാ നബിയെ പുകഴ്ത്തിയതുപോലെ എന്നെ നിങ്ങൾ പുകഴ്ത്തരുത്. ഈസാ നബി അലൈഹിസ്സലാമിനെ പുകഴ്ത്തി അവസാനം ദൈവമാക്കി ദൈവപുത്രനായി ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് നസാറാക്കൾ പെട്ടുപോയെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ഈ സമുദായത്തിൽ അത് ഭയപ്പെട്ടത് കൊണ്ടാണ് പ്രവാചകൻ ഈ ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകിയത്. എവിടെ എത്തി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റബ്ബായി അഹദായി ഇവർ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ മറ്റേ അഹ്മദ് ഞാനെന്ന് ചൊന്നോവർ വീണ്ടും മൈനറ്റ അറബീനാനെന്നോവർ. ഈ മറ്റേ അഹ്മദ്, അതേ മങ്കൂസ് മൗലൂദൊക്കെയുള്ള ആ മൗലൂദിന്റെ ഏഴിലതാ മഹ്മൂദുമാല എന്ന് പറയുന്ന ഒരു മാലയുണ്ട്. ആ മാലയിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് എന്താ? ഈ മറ്റേ അഹ്മദ് ഞാനെന്ന് ചൊന്നോവർ. ഈ മറ്റേ അഹ്മദ്, അഹ്മദിന്റെ മീ മറ്റുപോയാൽ പിന്നെ എന്താ ബാക്കിയുള്ളത്? അഹദ്.
വീണ്ടും ഐനറ്റ അറബീനാനെന്നോവർ. അറബിയുടെ ഐനറ്റ് പോയാൽ റബ്ബ്. അപ്പൊ അഹദും റബ്ബും അള്ളാഹുവിന്റെ റസൂലാണ് എന്നാണ് ഈ ആളുകൾ എഴുതി വിട്ടിരിക്കുന്നത്. ജനകോടികളുടെ സയ്യിദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാതൊരു സംശയവുമില്ല. പക്ഷേ അത് ക്രമം തെറ്റാതിരിക്കുവാൻ അവിടുന്ന് കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. മുത്തറഫ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ബനു ആമിറിന്റെ നിവേദക സംഘത്തിൽ ഞങ്ങൾ പ്രവാചകനോടൊപ്പം പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ സയ്യിദാകുന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞു, അള്ളാഹുവാകുന്നു സയ്യിദ്, നിങ്ങൾ പറഞ്ഞോളൂ, അള്ളാഹു ഞങ്ങളിൽ ശ്രേഷ്ഠനും ഉദാരവാനുമാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. സയ്യിദി എന്ന് നിങ്ങൾ പറയരുത്. ഇവർ പഠിപ്പിക്കുന്നതോ സയ്യിദി ഖൈറൻ നബി എന്ന മൗലൂദ് മൊത്തം. അള്ളാന്റെ റസൂൽ പറഞ്ഞത് നിങ്ങൾ സയ്യിദി എന്ന് പറയരുത്, മറിച്ച് അബ്ദുല്ലാഹി വ റസൂലു, അള്ളാഹുവിന്റെ റസൂലും അവന്റെ അടിമയാണെന്നും പറഞ്ഞുകൊള്ളുക. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലതാ ഒരു കല്യാണ സദസ്സിലേക്ക് കയറി ചെല്ലുകയാണ്. അള്ളാന്റെ റസൂലിനെ കണ്ട മാത്രം അവിടെയുള്ള ചില കുട്ടികളതാ കൈകൊട്ടി ഇങ്ങനെ പാടിക്കളിക്കുകയാണ്. ആ സദസ്സിലേക്കാണ് പ്രവാചകൻ കടന്നു വരുന്നത്. പ്രവാചകനെ കണ്ട മാത്രയിലതാ ആ കൊച്ചു കുഞ്ഞുങ്ങൾ പാടുകയാണ്. അവർ ദഫ് മുട്ടിക്കൊണ്ട് പാടി, വഫീനാ നബിയുൻ യഅലമു മാ ഫി ഓദി, വഫീനാ നബിയുൻ യഅലമു മാ ഫി ഓദി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനുണ്ട്, നാളെ കുറിച്ച് അറിയുന്ന പ്രവാചകനാകുന്നു. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? എനിക്കൊരു ക്രെഡിറ്റ് അല്ലേ, അതുകൊണ്ട് മക്കളെ നിങ്ങളിത് പാടിക്കോ എന്നാണോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നു, മക്കളെ, മുമ്പ് നിങ്ങൾ പാടിക്കൊണ്ടിരുന്നതെന്തോ അത് നിങ്ങൾ പാടിക്കൊള്ളുക. ഇപ്പം പറഞ്ഞ വരികളുണ്ടല്ലോ അത് നിങ്ങൾ പാടാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂല് അവിടെ വിലക്ക് കാരണം എന്താ? അള്ളാഹുവിന്റെ വക്കലാകുന്നു അദൃശ്യത്തിന്റെ ഖജനാവുകൾ, അവനല്ലാതെ അദൃശ്യം അറിയുകയില്ല. നബിയെ പറയൂ, ലാ ഖൂലു ലക്കും ഇന്ദി ഹസായിനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ. എന്റെ പക്കൽ അള്ളാഹുവിന്റെ ഖജനാവുകൾ, അദൃശ്യത്തിന്റെ ഖജനാവുകൾ ഉണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അല്ലാഹുവല്ലാതെ അദൃശ്യം ഒരാളും അറിയുകയില്ല. ഖുൽ നബിയേ പറയൂ, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബാസൂൻ. ആകാശഭൂമികളിൽ അല്ലാഹുവല്ലാതെ ഒരാളും അദൃശ്യം അറിയുകയില്ല. നാളെ എപ്പോഴാണ് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അവർക്ക് അറിയില്ല. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് അത് തിരുത്തി കൊടുത്തത്. മദ്ഹി എന്ന പേരിൽ ചൊല്ലിവരുന്ന 100 ജാതി മൗലിദ് അത് വിശദീകരിക്കണമെങ്കിൽ രാവിലെ വരെ ഞാൻ ഇവിടെ നിൽക്കണം. സമൂഹത്തിൽ നിലവിലുള്ള 100 ജാതി മൗലൂദുകൾ ഓരോ മൗലിദിനെയും പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ മണിക്കൂറുകൾ വേണ്ടി വരും. 1-2 സാമ്പിളും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്കൊക്കെ സുപരിചിതമായ മൗലിദിലെ വരിക മങ്കൂസ് മൗലിദിൽ എന്താ പറയുന്നത്? കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ലാൻ കയറി അങ്ങയോടന്യായൻ ഞാൻ സയ്യിദി ഖൈറൻ നബി. അതേ അമ്പിയാക്കൾ ശ്രേഷ്ഠനായ നബിയെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, അതിനുള്ള ആവലാതി താങ്കളാണ് ബോധിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, തെറ്റുകൾ ചെയ്താൽ നാം ആരോടാണ് ആവലാതി ബോധിപ്പിക്കേണ്ടത്? ലോകത്തിന്റെ സിട്ടാവായ റബ്ബിനോടല്ലേ? അല്ലാഹുവല്ലാതെ നിങ്ങൾക്ക് പാപം പൊറുത്തു തരാൻ ആരുണ്ട്? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ. എല്ലാ പാപങ്ങളും പൊറുത്തു തരുന്നവൻ അല്ലാഹുവാകുന്നു. അപ്പൊ പാപം പൊറുക്കലിനെ ചോദിക്കാൻ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതിന് പകരം അള്ളാന്റെ റസൂലിനോട് ഇതാ മൗലൂദിലൂടെ ചോദിക്കുന്നു. ശറഫുല്ലനാ മൗലൂദി എന്ന് പറയുന്ന ഒരു മൗലൂദുണ്ട്. ആ മൗലൂദ് നമുക്ക് കാണാം. അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലക്കൽ ജമ്മൽ വഫീറു ഫിക ഖദ് ഹസന്ദു വന്നി യാ ബശീറു യാ നദീറു ഫസിനി ഫാജിറിനി യാ മുദിറു മിനസ് സഈരി യാ ഇയാസി യാ മലാദി ഫി മുഹിമ്മാത്തിൽ ഉമൂരി. എന്താ പറഞ്ഞത്?
അബ്ദുക്കൽ മിസ്കീനു യർജു, അങ്ങയുടെ പാവപ്പെട്ട അടിമ ഇതാ അങ്ങയുടെ അടുക്കൽ വന്നിരിക്കുന്നു നബിയേ. അബ്ദുക്ക നിന്റെ അടിമ. നമ്മുടെ ആരുടെ അടിമയാ? അള്ളാഹുവിന്റെ അടിമ. അള്ളാന്റെ റസൂലെ വിളിച്ചുകൊണ്ട് പറയുക, പ്രവാചകരെ നിന്റെ അടിമ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഫദലക്കൽ ജമ്മൽ വഫിറു, അങ്ങയുടെ അങ്ങേയറ്റത്തെ ഔദാര്യത്തെ കാക്ഷിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഫീക്കക്കത് അഹ്സന്തു വന്നി, താങ്കളെ കുറിച്ച് എന്റെ മനസ്സിൽ നല്ല ചിന്തകളല്ലാതെ ഒന്നുമില്ല നബിയേ. യാ ബഷീറു യാ നദീർ. അപ്പം പറയും, ഇത് ഞങ്ങൾ പ്രാർത്ഥിച്ചതാരോടാ? അള്ളാഹുവിനോടാ. അവസാനം തകർത്തില്ലേ? യാ ബഷീറു യാ നദീറു. അള്ളാഹുവിന് ബഷീറും നദീറും എന്ന് പേരുണ്ടോ? ഇല്ല. ബഷീറും നദീറും അള്ളാന്റെ റസൂലിന്റെ പേരാ. അപ്പം പ്രവാചകനോടാണ് ഈ ചോദ്യം. എന്താ ചോദിക്കുന്നത്? ഫഅ്സിനി വാജിറിനി യാ മുജിറു മിനസ്സൈരി, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന രക്ഷക, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ സഹായിക്കണേ. യാ ഇയാസി യാ മാലാദി ഫീ മുലിമ്മാത്തിൽ ഉമുരി, വിഷമഘട്ടത്തിൽ ഞങ്ങൾക്ക് രക്ഷകനായി താങ്കൾ മാത്രമേയുള്ളൂ, ഞങ്ങളുടെ അഭയസ്ഥാനമേ. അള്ളാന്റെ റസൂലിനോട് നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ശറഫുല്ലനാ മൗലൂദിലൂടെ ഇതാ നേർക്ക് നേരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. തീർന്നില്ല. യാ റബ്ബി സ്വല്ലി അലൻ നബിയ മുഹമ്മദി മുൻജിൽ ഖലായികി മിൻ ജഹന്നമ ഫി യദി. എന്താ പറഞ്ഞത്? നരകത്തിൽ നിന്ന് നാളെ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന പ്രവാചകൻ. ആ പ്രവാചകന്റെ പേര് സലാത്തു സലാം ഉണ്ടാകട്ടെ. നാളെ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന പ്രവാചകൻ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതോ അഫമൻ ഹക്ക അലൈഹി കലിമത്തുൽ അദാബ് അഫഅന്ത തുൻഖിദു മൻ ഫിന്നാർ. ഓ നബിയേ, അഫമൻ ഹക്ക അലൈഹി കലിമത്തുൽ അദാബ്, ഒരാളുടെ മേൽ ശിക്ഷയുടെ വാക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അഫഅന്ത തുൻഖിദു മൻ ഫിന്നാർ, അയാളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ താങ്കൾക്ക് കഴിയുമോ എന്ന് അല്ലാഹു പ്രവാചകനെ വിളിച്ചുകൊണ്ട് ഖുർആനിലൂടെ ചോദിക്കുമ്പോ ഇവരോ പ്രവാചകനെ വിളിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു. തീർന്നില്ല. യാ സയ്യിദി സാദാതി ജിതുക കസിദ അർജൂഹി മാക ഫലാ തുഗയ്യിം മഖ്സദി ഖദ് ഖല്ല ബിമാ ഖദ് അലിംത മിനൽ അദാ വൽളുൽമു വല്ലൂഫ് ശദീദു ഫഅസ്അദി. എന്താ അർത്ഥം? യജമാനന്മാരുടെ നേതാവായ നബിയേ, ഉണ്ടോ? യജമാനന്മാരുടെ നേതാവായ നബിയെ, അങ്ങയുടെ സംരക്ഷണം ആഗ്രഹിച്ചുകൊണ്ടും ഉദ്ദേശിച്ചുകൊണ്ടും അങ്ങയുടെ സന്നിധിയിൽ ഞാൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ഉദ്ദേശം പരാജയപ്പെടുത്തരുതേ. അതികഠിനമായ ദൗർബല്യവും ദ്രോഹവും മർദ്ദനവും എന്നിൽ വന്നുപെട്ടിരിക്കുന്നു നബിയേ, അതെല്ലാം താങ്കൾ അറിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്നെ സൗഭാഗ്യവാനായി തിരിച്ചയക്കേണമേ. മൗലൂദിലൂടെ അള്ളാന്റെ റസൂലിനോട് നടത്തുന്ന പ്രാർത്ഥനകളും തേട്ടമാ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതോ ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയൂ നബിയേ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദൂ മഅല്ലാഹി അഹദാ. പള്ളികൾ അല്ലാഹുവിൻ്റെതാകുന്നു. ആ പള്ളികളിൽ അല്ലാഹുവോടൊപ്പം യാതൊന്നിനെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അതേ പരിപാവനമായ റബ്ബിന്റെ മസ്ജിദുകളിൽ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ നിർമ്മിക്കപ്പെട്ടതായ ആ മസ്ജിദുകളിൽ നിന്ന് മിനാരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൗലൂദിന്റെ ഈ നടികളിലൂടെ അല്ലാഹുവല്ലാത്ത ശക്തികളെയാണ്, അല്ലാഹുവല്ലാത്ത വ്യക്തികളെയാണ്, മുഹ്യിദ്ദീൻ ശൈഖിനെയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് നേർക്ക് നേരെ മൗലൂദിലൂടെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അശ്ശഫാഅത ഖബിലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിക വഖിലലാ ഇല്ലായ സയ്യിദി ഖൈറൻ നബി. നബിമാരിൽ ഉത്തമരായ എന്റെ യജമാനരെ, ഖിയാമത്ത് നാളിൽ അങ്ങയുടെ ശുപാർശ ഞങ്ങൾക്ക് കനിഞ്ഞരുളേണമേ. ആ ശുപാർശ പാടായി പോകുകയാണെങ്കിൽ ഞങ്ങളുടെ കഷ്ടപ്പാട് ഭയാനകം തന്നെ. ഉണ്ടോ? അള്ളാന്റെ റസൂലിന് ശഫാഅത്തുണ്ട്. ആ ശഫാഅത്തുൽ കുബ്ര നമ്മൾ കേട്ടു കഴിഞ്ഞു.
അതുപോലെ മറ്റ് ശഫാഅത്തുകളൊക്കെ ഉണ്ട്. ആ ശഫാഅത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടാൻ നമ്മൾ ആരോട് പ്രാർത്ഥിക്കണം? ആ പ്രവാചകന്റെ ശഫാഅത്ത് ലഭിക്കുന്ന ആളുകളിൽ റബ്ബേ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഇതാ മൗലൂദിന്റെ ഈരടികളിലൂടെ ശഫാഅത്തിന് വേണ്ടി നേരെ ഇതാ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം പ്രവാചകനോട് തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അവന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ ആരുണ്ട്? അവന്റെ അനുമതിക്ക് ശേഷമല്ലാതെ ഒരാൾക്ക് ശുപാർശ ചെയ്യാൻ കഴിയില്ല. അതെ, പരലോകത്താരുടെ ശുപാർശയാണ് ഉപകരിക്കുന്നത്. അള്ളാഹു കൃത്യമായി അനുവാദം കൊടുത്ത് അള്ളാഹു തൃപ്തിപ്പെട്ടവർക്കല്ലാതെ റബ്ബിന്റെ മുമ്പിൽ ശുപാർശ ചെയ്യാൻ ഒരിക്കലും ഒരാൾക്കും കഴിയില്ല എന്ന് വളരെ കൃത്യമായി ഇതാ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ നേരെ ഇതാ ഈ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനോട് വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് മൗലിദിന്റെ മങ്കൂസ് മൗലൂദിന്റെ ചില വരികൾ. അതിലൊരുപാട് ഗദ്യമുണ്ട്. ചില പദ്യങ്ങളിലേക്കാണ് ഞാൻ കടന്നുപോയത്. ആ ഗദ്യത്തിലേക്ക് കടക്കാനുള്ള സമയമില്ല. ഒന്ന് രണ്ട് ഉദാഹരണം അതിൽ പറയുന്നത് എന്താ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോ ആ സമയത്ത് ആദമിന്റെ മുതുകിൽ ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദം നബി അലൈഹി സ്വലാമിന്റെ ഹക്ക് കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അള്ളാഹു പൊറുത്തു കൊടുത്തത് എന്ന പച്ചക്കളവാണ് ആദ്യ ഭാഗത്തിൽ തന്നെ മങ്കൂസ് മൗലൂദിൽ പറയുന്നത്. അള്ളാഹു പറഞ്ഞതോ അല്ല, ആദം നബി അലൈഹി സ്വലാമിന്റെ വാക്കുകൾ സ്വീകരിച്ചു. അങ്ങനെ അള്ളാഹുവിനോട് തൗബ ചെയ്തു. ഏതായിരുന്നു ആ വരികൾ? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. കണ്ടോ, ഞങ്ങൾ രണ്ടുപേരും നിന്നോട് അക്രമം ചെയ്തു പോയി റബ്ബേ, നീ ഞങ്ങളോട് രണ്ടുപേരും കരുണ കാണിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ആദം നബി അലൈഹി സ്വലാമയും ഹവ്വാ ബീവിയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ ഇബ്ലീസ് എഴുതിയുണ്ടാക്കിയ മൗലൂദിന്റെ വരികളിൽ പറയുന്നത് ആ സമയത്ത് ആദം നബിയുടെ ഹക്ക് വർക്കത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് പുറത്തു കൊടുത്തത് എന്ന് തീർന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാം ആ കപ്പലിൽ സഞ്ചരിക്കുമ്പോ നൂഹ് നബിയുടെ മുതുകിൽ ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കപ്പലിൽ നിന്ന് നൂഹ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടത് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതോ നൂഹിനെയും അവിടെ കൂടെയുള്ളവരെയും ഞാൻ രക്ഷപ്പെടുത്തി എന്ന് അള്ളാഹു പറയുമ്പോ ഇവിടെ പറയുന്നു പ്രവാചകന്റെ ഹക്ക് കൊണ്ട് അള്ളാന്റെ റസൂൽ ഉള്ളത് കൊണ്ടാണ് എന്ന്. ഇബ്രാഹിം നബിയെ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ അവിടെയും ഞാനുണ്ടായിരുന്നു ഇബ്രാഹിം നബിയുടെ മുതുകിൽ, അതുകൊണ്ടാണ് തീ കെട്ടുപോയത് എന്ന് അള്ളാഹു പറഞ്ഞതോ ഇബ്രാഹിം, ഇബ്രാഹിമിന് തണുപ്പിന്റെ ശൈമാകണമെന്ന് ഞാൻ തീയോട് കൽപ്പിച്ചപ്പോ തീ കെട്ടുപോയി, തണുപ്പായി എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ മങ്കൂസ് മൗലൂദുകാരൻ പഠിപ്പിക്കുന്നത് അള്ളാന്റെ റസൂലിന്റെ ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ റസൂല് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ മുതുകിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവിടെ തീ കെട്ടുപോയത് എന്ന അങ്ങനെ പഠിപ്പിക്കാത്ത, ഇസ്ലാമിന് അന്യമായ പ്രാമാണികമല്ലാത്ത, ഖുർആനും സുന്നത്തിന് നിരക്കാത്ത ഒരുപാട് കള്ളക്കഥകളുടെ ഘോഷയാത്രയാണ് ഈ ആളുകൾ ഓതിക്കൊണ്ടിരിക്കുന്ന 100 ജാതി മൗലൂദുകൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു സമൂഹത്തെ സഹായിക്കുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കി ആ സത്യം ഉൾക്കൊള്ളുവാനും അല്ലാഹു നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബാത്തിലിനെ ബാത്തിലാക്കി മനസ്സിലാക്കി അതിനെ തള്ളിക്കളയാൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാവിധ ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഈ നാടിനെയും ഈ മഹല്ലിനെയും ഈ സമൂഹത്തെയും അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك.
اللهم يا مقلب القلوب ثبت قلوبنا على دينك. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.